7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. 20 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പോൾ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം എന്നുള്ള ചില ചിന്തകളാണ് 7-ാം അധ്യായത്തിൽ നാം കണ്ടതെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഈ ഭാഗം വായിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ധ്യാനിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്നുകൂടെ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായി കർത്താവിൽ ശ്രദ്ധപ്പെടുകയാണ്. 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം പറയുന്നു, എന്റെ ആഗ്രഹം എന്താണ്? നന്മ ചെയ്യണമെന്നാണ്. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം നന്മ ചെയ്യണമെന്നാണ്, അല്ലേ? ഈവൻ വിശ്വാസത്തിൽ വരാത്ത സാധാരണ മറ്റ് സമുദായത്തിലുള്ളവരോട് ചോദിച്ചാൽ അവരും പറയും നന്മ ചെയ്യാൻ ഞങ്ങളുടെ ആഗ്രഹം. നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ പക്കൽ ഒരു പ്രമാണം കാണുന്നുണ്ട്. തിന്മ ചെയ്യണം എന്നുള്ളൊരു പ്രമാണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് വരെ, ചെറിയ കുഞ്ഞുങ്ങളോട് വരെ അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം അത് ചെയ്യും, അല്ലേ? മറ്റൊരു അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അവരാദ്യം അത് ചെയ്യും, അല്ലേ? അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ തിന്മ ചെയ്യാനുള്ളൊരു പാപത്തിന്റെ പ്രമാണം, ജഡത്തിന്റെ പ്രമാണം, പാപത്തിന്റെ പ്രമാണം ഒക്കെ ഈ അധ്യായങ്ങൾ പറയുന്നുണ്ട്. ആ പ്രമാണം നമ്മുടെ അകത്തുണ്ട്. നന്മ ചെയ്യണമെന്നാണ്, നല്ലതായിട്ട് ജീവിക്കണമെന്നാണ് ഒക്കെ ആഗ്രഹം. പക്ഷെങ്കിൽ ഒരു തിന്മയുടെ പ്രമാണം നമ്മുടെ പക്കലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനാണ് ഇഷ്ടം, ദൈവസാന്നിധ്യം അനുഭവിക്കുവാനാണ് ഇഷ്ടം, വിശുദ്ധ ജീവിതം നയിക്കുവാനാണ് ഇഷ്ടം, പരിശുദ്ധാത്മാവിൽ നിറയുവാനാണ് ഇഷ്ടം. ഉള്ളം കൊണ്ട് നാം രസിക്കുകയാണ് ദൈവത്തിൽ, അല്ലേ? ചിലപ്പോൾ നമ്മള് സാറ്റർഡേ സൺഡേ ഒക്കെ മാത്രമേ രസിക്കുന്നുള്ളായിരിക്കും. മറ്റുള്ള ദിവസങ്ങളിൽ ആരോഗ്യ ദൈവത്തിൽ നിന്ന് എത്രത്തോളം ദൈവത്തോടുള്ള സാന്നിധ്യത്തിൽ ജീവിക്കും നമുക്കറിയത്തില്ല. എങ്കിലും കുറച്ച് സമയമെങ്കിലും ഉള്ളം കൊണ്ട് നാം രസിക്കുന്നുണ്ട്. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പ്രാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്ന ആ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ ഉള്ളം കൊണ്ട് ഞാൻ രസിക്കുന്നു എന്നുള്ള പദത്തിൽ നിന്ന് നമ്മുടെ അകത്ത് ഒരു മനുഷ്യനും കൂടെ ഉണ്ട്, അല്ലേ? നമ്മൾ ചിന്തിച്ചുള്ള അകത്തൊരു മനുഷ്യനുണ്ട്. നമ്മുടെ പുറമേ ഉള്ളൊരു മനുഷ്യൻ നമുക്കുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന, നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന, നല്ല കാറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഡ്യൂട്ടിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന, എല്ലാം സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന, ദുഃഖം ആരും ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു. കഷ്ടത നമുക്കുകൊണ്ട് യുദ്ധവും പ്രതിസന്ധിയും ഒക്കെ ആയപ്പോൾ നമുക്കൊരു ഭാരമുണ്ട്, അല്ലേ? എന്നാൽ അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുറമേ ഉള്ളൊരു മനുഷ്യനുണ്ട്, അല്ലെ? നന്മ ആഗ്രഹിക്കുന്ന, ഭൗതിക നന്മ ആഗ്രഹിക്കുന്ന പുറമേ ഉള്ളൊരു മനുഷ്യനുണ്ട്. എന്നാൽ നമുക്ക് അകത്തൊരു മനുഷ്യനുണ്ട്. അകത്തെ മനുഷ്യന്റെ ആഗ്രഹം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്, അല്ലെ? അകത്തെ മനുഷ്യന്റെ ആഗ്രഹം ആ നല്ല ഭക്ഷണം കഴിക്കാനോ മോടിയുള്ള വസ്ത്രം ധരിക്കാനോ ഒന്നുമല്ല. അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ അകത്തെ മനുഷ്യന്റെ ആഗ്രഹം പരിശുദ്ധാത്മാവിൽ നിറയുക, ദൈവവചനം ഭക്ഷിക്കുക. പുറമേയുള്ള മനുഷ്യന് ഭക്ഷണം ആവശ്യമാകുന്നത് പോലെ അകത്തെ മനുഷ്യന് ഭക്ഷണം, ദൈവവചനമാകുന്ന ഭക്ഷണം ആവശ്യമാണ്, പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അപ്പോൾ അകത്തെ മനുഷ്യൻ ഉള്ളം കൊണ്ട് രസിക്കുവാൻ പറ്റണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ആ ഭാഗം നാം ചിന്തിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ ഓടിച്ചൊന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ വാക്യം വായിച്ചു പോയാൽ മതി. നമ്മൾ ഇത് ചിന്തിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് ഞാനത് വായിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തുവണ്ണം അവന്റെ ആത്മാവിനാൽ. എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത്? നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ പറ്റത്തില്ല. നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ബലപ്പെടണം. പുറമേ ഉള്ള മനുഷ്യന് ഭയം, ഇപ്പോൾ നമ്മുടെ അകത്തൊരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ചെറുതായിട്ടെങ്കിലും ഒരു അലർട്ട് വരുമ്പോൾ, അല്ലെ, ഒരു ശബ്ദമുണ്ടാകുമ്പോൾ ഒരു ഭയം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പുറമേ ഉള്ള മനുഷ്യനേക്കാൾ അകത്തുള്ള മനുഷ്യൻ ശക്തിയുള്ളവരായിരുന്നെങ്കിൽ, അല്ലേ, ആ ഭയം നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. മാനുഷികമായ ഭയം ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ആത്മാവിൽ, ദൈവത്തിന്റെ ആത്മാവിൽ മാത്രമേ ശക്തിപ്പെടാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. വിശ്വാസത്താലാണ് ക്രിസ്തു വസിക്കുന്നത്. വിശ്വാസത്തിലാണ് ആത്മീയ ജീവിതം മുഴുവൻ. വിശ്വാസം
കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ ന്യായപ്രമാണം അംഗീകരിക്കുമ്പോൾ, ന്യായപ്രമാണം ചെയ്യുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ പറ്റുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രമാണം ന്യായപ്രമാണ പുസ്തകങ്ങളാലുള്ള വിടുതലുകളല്ല. ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് തന്നെ വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയുമെന്നാണ്. വിശ്വാസത്താൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയും, വിശ്വാസത്താൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും, വിശ്വാസത്താൽ കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ കഴിയും, വിശ്വാസത്താൽ എല്ലാം വിശ്വാസത്താലാണ് പുതിയ നിയമത്തിൽ. അപ്പോൾ വിശ്വാസത്താൽ ഹൃദയത്തിൽ കർത്താവ് വസിക്കണം. എന്താണ്? നമ്മുടെ സ്നേഹം വർദ്ധിക്കണം, വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ. ആ ഭാഗം നാം ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഓടിച്ചു പോകുന്നത് 2 കൊരിന്ത്യർക്ക് എഴുതിയ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും ആ ഭാഗം സംസാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ആണോ ആ പദം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു ഇന്ന് രാത്രി. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, എല്ലാ ഭയവും ധൈര്യക്കേടുകൾ എല്ലാം മാറിപ്പോട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഇവിടെയാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. സത്യത്തിൽ ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാൽ, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ, ഈ കൂട് ഒളിഞ്ഞു പോയാൽ, ഹല്ലേലൂയ, അങ്ങനെ സംഭവിച്ചാലും ഹല്ലേലൂയ ഭാരപ്പെടരുത്. നമ്മുടെ അകത്തെ മനുഷ്യനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേരണം, നമ്മുടെ ആത്മാവ് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ ഇടയാകണം. അകത്തെയുള്ള മനുഷ്യന് പ്രാധാന്യം കൊടുക്കണം. അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു, റിന്യൂ ആകുന്നു. പുതുക്കം പ്രാപിക്കുന്നു. റിന്യൂ ആകുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ഇരുമ്പിരിവിന് മൂർച്ച കൂട്ടുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും മാത്രമേ നമ്മുടെ അകത്തെയുള്ള മനുഷ്യനെ പുതുക്കുവാൻ പറ്റത്തുള്ളൂ. എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുമോ, എത്രത്തോളം പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുമോ, എത്രത്തോളം വചനം വായിക്കാൻ സമയമെടുക്കുമോ, അത്രത്തോളം നമ്മുടെ മേൽ അകത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വർദ്ധിക്കും, ധൈര്യം വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അപ്പൊ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. 23-ാമത്തെ വാക്യം, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ബദ്ധനാക്കി കളയുന്നു എന്നുള്ള പദം യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ യുദ്ധ തടവുകാരനാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മളെ ജയിലിലാക്കുന്നു. അതായത് നമ്മുടെ ഇഷ്ടമില്ലാതെ പാപപ്രമാണം നമ്മെ നിർബന്ധിച്ച് അടച്ചു കളയുന്നു. ഒരു മനുഷ്യനെ പിടിച്ച് ജയിലിലിടുന്നത് പോലെ, യുദ്ധ തടവുകാരനാക്കുന്നത് പോലെ, യുദ്ധങ്ങളൊക്കെ നടക്കുകയാണല്ലോ, പിടിക്കപ്പെടുന്നവരെ അവർ യുദ്ധ തടവുകാരാക്കി മാറ്റും. ഉക്രൈനിലൊക്കെ അനേകം വ്യക്തികളെ യുദ്ധ തടവുകാരായി റഷ്യ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ യുദ്ധ തടവുകാരാക്കി മാറ്റുക. ആഗ്രഹമില്ല, ജയിലിൽ വസിക്കാൻ ആഗ്രഹമില്ല, പക്ഷെ ആരോ നിർബന്ധിച്ചു കൊണ്ടുപോയി ജയിലിലിടുകയാണ്, യുദ്ധ തടവുകാരനാക്കി മാറ്റുകയാണ്. അതുപോലെയാണ് പാപം. പാപം നമ്മുടെ അകത്ത് വസിക്കുവാൻ തയ്യാറായാൽ, പാപത്തിന് സ്വാതന്ത്ര്യം നാം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മെ ഒരു തടവുകാരനാക്കി മാറ്റും. തടവുകാരനാക്കി മാറ്റിയാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? തടവുകാരന് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നാളെ പറയുന്നത്, അഡിക്റ്റഡ് ആവുക. ചില പാപങ്ങൾക്ക് നാം അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ അഡിക്റ്റഡ് ആയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ എളുപ്പമല്ല. അതിന് അധികമായ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. അപ്പോൾ യുദ്ധ തടവുകാരനാക്കുക. ജയിലിൽ മനുഷ്യനെ പിടിച്ചിടുന്നത് പോലെ പാപം നമ്മെ യുദ്ധ തടവുകാരനാക്കി അവന്റെ ഇഷ്ടങ്ങൾക്കും അവന്റെ പ്രമാണങ്ങൾക്കും അവയവങ്ങളിലെ ഇഷ്ടങ്ങൾക്കുമായി നമ്മെ വേർതിരിച്ചു മാറ്റി നിർത്തുന്നു. നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിനോ നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനോ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ നമ്മൾ ശക്തി ക്ഷയിച്ചവരായി യുദ്ധ തടവുകാരനായി പോകുന്നു. അതാണ് അവിടെ എന്നെ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളഞ്ഞു. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പാപം ചെയ്യണമെന്ന് എൻ്റെ അകത്ത് ആഗ്രഹമില്ലെങ്കിലും, മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അകത്തെ മനുഷ്യൻ ആഗ്രഹമില്ലെങ്കിലും, ഹല്ലേലൂയ, ഏതോ ശക്തി എന്നെ അത് ചെയ്യിപ്പിക്കുന്നു, എന്നെ അതിനെ അഡിക്റ്റാക്കി കളയുന്നു, എന്നെ ജയിലിലിട്ട പോലാക്കി കളയുന്നു, എന്നെ ബദ്ധനാക്കി കളയുന്നു. അത് മീനിങ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇവിടെ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പൗലോസിനെ കുറിച്ച് പറയുക. പൗലോസ് ചിന്തിക്കുന്നില്ലേ, പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത് പുള്ളി അരിഷ്ട മനുഷ്യനാണെന്ന്. എന്നാൽ പൗലോസ് ആ അർത്ഥത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച്, പൗലോസിനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. പാപത്തിൽ ജീവിക്കുന്ന
ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഒരു അനിഷ്ട മനുഷ്യനാണ്. അവനെ ഈ ശരീരത്തിൽ നിന്ന്, മരണത്തിന്, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർക്ക് വിടുവിക്കാൻ കഴിയും? ആ ചോദ്യം കൊണ്ട് അവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. പോസ്റ്റോൽ അവിടെ നിർത്തുകയല്ല. ഇതിനൊരു വഴിയില്ല, ഇതിനൊരു പരിഹാരമില്ല, നമ്മൾ യുദ്ധത്തടവുകാരാണ്, നമ്മൾ ജയിലിൽ പെട്ടവരെ പോലെയാണ്, പാപത്തിന് കീഴ്പ്പെട്ടവരെ പോലെയാണ്, ഇതിനൊരു വിടുതലില്ല, ഈ ശരീരത്തിൽ തന്നെ വിടുവിക്കാൻ, ഈ പാപ സ്വഭാവത്തിനെ മാറ്റാൻ കഴിയത്തില്ലെന്ന് അവിടെ പറഞ്ഞു നിർത്തുകയല്ല ചെയ്യുന്നത്. അടുത്ത പദമാണ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന്റെ പ്രമാണത്തെ ഞാൻ സേവിക്കുന്നു, എന്നാൽ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ ഞാൻ സേവിക്കുന്നു. രണ്ട് പ്രമാണം എന്റെ അകത്തുണ്ട്. എന്റെ മരണം വരെ ഈ പ്രമാണം കാണും, മരണം വരെ ഈ പ്രമാണം കാണും. ഇന്ന് ഞാൻ വിശുദ്ധനാണ്, ഇന്ന് ഞാൻ ആത്മാവിൽ നിറയുന്നു കരുതി നാളെ ഞാൻ പാപം ചെയ്യാതിരിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയത്തില്ല. നാളെ നമ്മെ ടെംപ്റ്റ് ചെയ്യുന്ന, പാപത്തിലേക്ക് നയിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, അവസ്ഥകൾ ഉണ്ടാകും, അല്ലേ? ദാവീദ് ഒറ്റപ്പെടലിന്റെ നടുവിലായപ്പോഴാണ് അത് മാനസികമായി അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്തതാണ്. ഇതുപോലെ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കേണ്ട മനുഷ്യനാണ്, അല്ലേ? യുദ്ധത്തിന് ആദ്യം ചെല്ലേണ്ട മനുഷ്യനാണ്, രാജാവാണ്, റെസ്പോൺസിബിലിറ്റിയുള്ള മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം ആ രാജകീയ സ്ഥലത്ത് നിന്ന്, ആ യുദ്ധ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാതെ തന്റെ മട്ടുപ്പാവിൽ വിശ്രമിച്ചത് കൊണ്ട്, അലസനായി തീർന്നത് കൊണ്ട്, ഡെഡിക്കേറ്റഡ് അല്ലാഞ്ഞത് കൊണ്ടാണ് പാപം അദ്ദേഹത്തെ സ്വാധീനിക്കുവാനിടയായി തീർന്നത്. അപ്പൊ പാപത്തിനുള്ള സാഹചര്യങ്ങളെ പിശാച് കൊണ്ടുവരും. നമ്മെ വീഴ്ത്തിക്കളയാനുള്ള സാഹചര്യങ്ങളെ പിശാച് കൊണ്ടുവരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രമാണത്തിലേക്ക് നാം വീട് പോകാതെ ദൈവത്തിന്റെ പ്രമാണം, പരിശുദ്ധാത്മാവിന്റെ പ്രമാണം ഉയർന്നു നിൽക്കുവാൻ ഇടയായിത്തീരണം. അരിഷ്ട മനുഷ്യൻ ഇവിടെ പൗലോസല്ല, നിരാശയിൽ കൂടെ കടന്നു പോകുന്ന ഒരുവന്റെ വാക്കുകളെ പരിശുദ്ധാത്മാവിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇങ്ങനെയാണ് പാപത്തെ നമുക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കാൻ കഴിയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇതെന്നേക്കുമായ ജീവിതത്തിൽ നിന്ന് മാറണം. ഈ സംസാരം, ഈ നോട്ടം, ഈ പ്രവൃത്തി, ഈ ചിന്താഗതികൾ എനിക്ക് തന്നെ ഇഷ്ടമല്ല, അതൊക്കെ എന്റെ ജീവിതത്തിൽ മാറണം. എങ്ങനെ മാറ്റാൻ കഴിയും? നമ്മുടെ സാമർഥ്യം കൊണ്ടോ, കഴിവ് കൊണ്ടോ, ബുദ്ധി കൊണ്ടോ ഒന്നും പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. പാപത്തെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും എത്രത്തോളം നമ്മളിൽ ഉയർന്നു വ്യാപരിക്കുമോ അത്രത്തോളം പാപത്തെ നാം വെറുത്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പാപ സ്വഭാവത്തെ നിങ്ങൾ വെറുത്തു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ അർത്ഥം. നിങ്ങൾ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു പാപം നിങ്ങളെ താലോലിക്കുന്ന ഒരു പാപത്തെ, അല്ല കഴിഞ്ഞ നാളുകളിൽ താലോലിച്ചുകൊണ്ടിരുന്ന ഒരു പാപത്തെ നമുക്കിപ്പോൾ വെറുപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് അതിനോടൊരു വിരക്തി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്രത്തോളം വർദ്ധിക്കുമോ അത്രത്തോളം പാപത്തെ നാം വെറുത്തുകൊണ്ടിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിക്കുക. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? പൗലോസ് അപ്പോസ്തലൻ എഴുതാൻ കാരണം റോമക്കാരുടെ ഇടയിൽ ഒരു പ്രത്യേക ശിക്ഷ ഉണ്ടായിരുന്നു. ആ ശിക്ഷ എന്ന് പറയുന്നത് ക്രൂശീകരണം അവരുടെ ഒരു ശിക്ഷയാണ്. അതുപോലെ മറ്റൊരു ശിക്ഷ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ കൊന്നു കളഞ്ഞാൽ അവർ അതിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ആ കൊല്ലപ്പെട്ടവന്റെ ശരീരം കൊന്നവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊല്ലപ്പെട്ടവന്റെ ശരീരം ആരാണോ കൊന്നത് അവന്റെ കഴുത്തെ തന്നെ അവർ കെട്ടി തൂക്കിയിടും. എന്നിട്ട് പെട്ടെന്ന് എടുക്കത്തില്ല. 2 ദിവസം കഴിയും, 3 ദിവസം കഴിയും. ആ കൊല്ലപ്പെട്ടവന്റെ ശരീരം പതിയെ ചീഞ്ഞളിയാൻ തുടങ്ങും. വിടത്തില്ല, അവർ മാറ്റി വേറെ സെല്ലിടും. എന്നിട്ട് ഈ ശരീരവുമായിട്ട് ചേർത്ത് അവന്റെ കഴുത്തെ ബന്ധിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ മരിക്കപ്പെട്ടവന്റെ ശരീരം പതിയെ നാറ്റം വെച്ച് തുടങ്ങും, പുഴുവരിച്ചു തുടങ്ങും, സ്മെല്ലായി തുടങ്ങും. ഇതെല്ലാം ഇവൻ അനുഭവിക്കണം. അപ്പോൾ ഈ കൊന്നവന്റെ അവസ്ഥ എന്നതിനെ ചിന്തിച്ചു പോയി. ആ ശരീരത്തോട് ചേർത്ത് ബന്ധപ്പെട്ടിരിക്കുക. അതിനകത്തൊന്നും ഒഴിവാകാൻ പറ്റുന്നില്ല. ഈ സ്മെല്ല് മുഴുവൻ അനുഭവിക്കണം. അതിനകത്ത് പുഴുക്കൾ കയറിയെങ്കിൽ ആ പുഴുക്കളെല്ലാം അവന്റെ ശരീരത്തിൽ കയറും. എന്തൊരു അസ്വസ്ഥതയാണ്. അതുപോലെയാണ് അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നത്. മരണത്തിന് അധീനമായ ഒരു ശരീരമായത് ഈ കൊല്ലപ്പെട്ടവന്റെ ശരീരം കൊന്നവന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് ബന്ധിച്ചിരിക്കുന്നത് പോലെയാണ് പാപം നമ്മളോട് ചേർന്ന് വസിക്കുമ്പോഴുള്ള നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അവസ്ഥ. പരിശുദ്ധാത്മാവ് ഇറിറ്റേറ്റ് ആകും, അല്ലേ? പുഴുവുള്ള ശരീരമായി ചേർന്നിരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുമോ? നാറ്റം വഹിക്കുന്ന ശരീരമായി, അല്ലേ?
ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ കർത്താവ് വന്നപ്പോൾ എന്താ സഹോദരിമാർ പറഞ്ഞത്? നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു, ആ ഭാഗത്തോട്ട് പോലും ചെല്ലാൻ പറ്റത്തില്ല, അത്ര സ്മെല്ലായി തുടങ്ങിയിരിക്കുന്നു. അത്ര സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തോടായി സമശരീരം ബന്ധിച്ചിരിക്കുന്നെങ്കിലോ. അപ്പൊ റോമക്കാരുടെ ശിക്ഷ അതായത് മനസ്സിലാക്കിയാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, ഈ മരണത്തിന് അധീനമായ, മരണത്തോട് ചേർന്ന, പാപത്തോട് ചേർന്ന ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുവാനിടയായിത്തീരും. അവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് മാത്രമേ നമ്മെ പാപശക്തിയിൽ നിന്നും, രോഗശക്തിയിൽ നിന്നും, ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതൊരു പ്രസന്റ് ടെൻസിലായിരിക്കുന്നത് അല്ലേ? ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്. ഇന്നലെ ക്രിസ്തുയേശുവിലായവർക്കല്ല, 2000 വിശ്വാസത്തിലേക്ക് വന്നവർക്കല്ല, രക്ഷിക്കപ്പെട്ട 2005 രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല, 2020 സ്നാനപ്പെട്ടവരെ കുറിച്ചല്ല, ഇന്ന് അഭിഷേകം പ്രാപിച്ചവരെ കുറിച്ചല്ല, അല്ലേ? പ്രസന്റിൽ ക്രിസ്തുവിലായിത്തീരുക. ഓരോ നിമിഷവും നാം ക്രിസ്തുവിലായിത്തീരണം. ഇന്നലകളിലെ കഥയല്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിൽ തുടരുന്നവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നേറുന്നവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് യേശുവുമായി ഓരോ നിമിഷവും ബന്ധത്തിൽ മുന്നേറുന്നവർക്ക് ശിക്ഷാവിധിയില്ല. 8-ാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. അനേക ദൈവദാസന്മാർ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് 8-ാം അധ്യായത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. എല്ലാ ദൈവദാസ മിക്കപ്പോഴും എല്ലാ ദൈവദാസന്മാരും റോമർക്ക് എഴുതിയ ലേഖനം എടുക്കുമ്പോൾ വിളിക്കുന്ന അധ്യായം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ വളരെ പ്രത്യേകതകളുണ്ട്. 8-ാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങൾ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓടിച്ച് ചിന്തിക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവ് പാപത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് 8-ാം അധ്യായം പഠിപ്പിക്കുന്നു. 19 തവണയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 7 കാര്യങ്ങളാണ് 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സുവിശേഷം സാധ്യമാക്കുന്നു. പഴയ നിയമ കൽപ്പനകൾക്കോ പഴയ നിയമ ആചാരങ്ങൾക്കോ 10 കൽപ്പനകൾക്കോ സാധിക്കാതിരുന്നതിനെ സുവിശേഷ നിമിത്തം, വിശ്വാസ നിമിത്തം, യേശുവിനെ സ്വീകരിക്കുന്ന നിമിത്തം സാധ്യമാക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. 2, പുത്രത്വത്തിന്റെ ആത്മാവിനെ പകരുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഒരു സുവിശേഷം അല്ലെങ്കിൽ ഒരു അധ്യായമാണിത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുകയാണ്. പുത്രത്വത്തിന്റെ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ വ്യാപരിക്കുന്നു. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, യേശുവിനെ ഗലീലയിലേക്ക് നടത്തിയ ആത്മാവ്, യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയ ആത്മാവ്, യേശുവിനെ ലാസറിനെ ഉയർപ്പിക്കുവാൻ സഹായിച്ച ആത്മാവ്, യേശുവിനെ അത്ഭുതം ചെയ്യുവാൻ സഹായിച്ച പരിശുദ്ധാത്മാവ്, അവൻ പുത്രത്വത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ്, അവനാൽ നാം നടത്തപ്പെടുന്നു. ആ ആത്മാവിനെ ദൈവം പകരുന്നു എന്നുള്ള ഭാഗം എഴുതിയിരിക്കുന്നു. 3, ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ശരീരം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല, അല്ലേ? സംഭവബഹുലമായ സാഹചര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുമെന്ന് അറിയത്തില്ല. എപ്പോഴാണ് ഇനി കർത്താവ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യുദ്ധത്തിന്റെ സമാനമായ സാഹചര്യങ്ങൾ, യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് കർത്താവിന്റെ മടങ്ങി വരവെന്ന് നമുക്കറിയത്തില്ല. കർത്താവിന്റെ മടങ്ങി വരവിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ഉണ്ടാകുന്നത്. കർത്താവിന്റെ 1-ാം മടങ്ങി വരവിൽ അല്ലെങ്കിൽ രഹസ്യ വരവിൽ അവനോട് നാം, അവന്റെ ശരീരത്തോട് നാം അനുരൂപരായിത്തീരും. നമ്മുടെ ശരീരം കർത്താവിന്റെ പുനരുത്ഥാന ശരീരത്തിൽ തുല്യമായി മാറ്റപ്പെടും. അന്ന് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉണ്ടാകും. അതല്ല നമ്മൾ മരണത്താലാണ് മാറ്റപ്പെടുന്നെങ്കിൽ, ഹല്ലേലൂയ, കാഹളധ്വനി മുഴങ്ങുന്ന സമയത്ത് മുമ്പേ മരിച്ചവർ ഫസ്റ്റ് പ്രയോറിറ്റി മരിച്ചവർക്കാണ്. മുമ്പേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെടുകയും. അപ്പൊ മരിച്ചു കഴിഞ്ഞാലും ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. കല്ലറകളിൽ നിന്ന് എഴുന്നേൽക്കും, വീണ്ടെടുപ്പുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് കർത്താവ് വരുന്നെങ്കിൽ നമ്മുടെ ശരീരം കർത്താവിനോട് രൂപാന്തരം. അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നു. ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ നാം ചിന്തിച്ചതുപോലെ നമ്മൾ പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ടൈം ടേബിൾ പ്രകാരം ജീവിച്ചത് കൊണ്ടോ ഒന്നും കഴിയത്തില്ല. ഹല്ലേലൂയ, നിശ്ചയമായും പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം ആവശ്യമാണ്. ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. എല്ലാം നന്മയ്ക്കായി
നന്മയ്ക്കായി ചെയ്യുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. യുദ്ധം നന്മയ്ക്കാണോ? നമുക്കറിയത്തില്ല. പക്ഷെ എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മീറ്റിംഗിൽ നമ്മുടെ ശരന്റെ ഒരു മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ശുപാസ പറഞ്ഞു കേട്ടു. നമ്മള് ഇത് മാറണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി നമുക്ക് അറിയത്തില്ല. ദൈവത്താൽ സംഭവിച്ചതായിരിക്കാം. ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി അതിന്റെ പിന്നിൽ കാണും. ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ദൈവം പദ്ധതിയിടുന്ന ചില കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ മതിയാകുള്ളൂ. അപ്പോൾ എല്ലാത്തിനും പിന്നിലും ഒരു നന്മയുണ്ട്. ചിലതിനെ ദൈവം നന്മയ്ക്കായി വ്യാപരിപ്പിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളെ ചിലത് നമുക്ക് നഷ്ടമായി തോന്നും. നമുക്ക് പണനഷ്ടം ഉണ്ടായാൽ അല്ലേ, നമുക്ക് മറ്റെന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനകത്ത് ഇടപെടേണ്ടായിരുന്നു. എന്നാൽ അതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി കാണും. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് 8-ാം അധ്യായം പറയുന്നു. ആറാമത് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കർത്താവ്. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വീഴുന്നുണ്ടെന്ന് നടക്കുമ്പോൾ, ഹല്ലേലൂയ പിശാച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരെ കുറിച്ച് പിശാച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒരുവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിശാച് അപവാദം പറയുമ്പോൾ കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവിനെ ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. രക്ഷകനോട് നമ്മളുള്ള സ്നേഹം വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കാണ്, യേശുവിനെ സ്വീകരിച്ചവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത് എന്നവിടെ കാണുന്നുണ്ട് അല്ലെ. യേശുവിനെ സ്വീകരിച്ചവർക്ക് ശിക്ഷാവിധി ഇല്ല. അപ്പോൾ യേശുവിനെ സ്വീകരിക്കാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ ഉണ്ടായിരുന്നു, അതിനൊരു മരണം ഉണ്ടായിരുന്നു. ഈ ഉലകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും പാപം ചെയ്യുന്നവന് ശിക്ഷയുണ്ട്. പാപം ചെയ്യുന്ന ദേഹി മരിച്ചിരിക്കും, ഒരു ശിക്ഷാവിധിയുണ്ട്. എന്നാൽ ക്രിസ്തുവേശുവിലായവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. യേശുവിനെ സ്വീകരിച്ച് രക്ഷകനായി അംഗീകരിച്ച് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല. ആ ശിക്ഷ പിന്നെ ആരേറ്റെടുത്തു? ആ ശിക്ഷ ഏറ്റെടുത്തത് നാം എപ്പോഴും കർത്തമേശയുടെ സമയത്ത് നാം വായിക്കാറുണ്ട് ആ ഭാഗം അല്ലേ. നമ്മൾ ചിലപ്പോൾ ഓടിച്ചു വിട്ടങ്ങ് വായിക്കും, നമ്മൾ ധ്യാനിക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല അല്ലെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 5-ാം വാക്യത്തിൽ ഒരുവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. യെശയ്യാവ് 53:5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കും. അപ്പൊ നാം തകരേണ്ട സ്ഥാനത്ത്, ദൈവം നമ്മെ ശിക്ഷ വിധിക്കേണ്ട സ്ഥാനത്ത്, നാം തകർന്നു പോകേണ്ട സ്ഥാനത്ത് നമ്മുടെ തകർച്ചയെ ആരേറ്റെടുത്തു? നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമുള്ള തകർച്ചയെ കർത്താവ് ഏറ്റെടുത്തു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം എന്ത് ചെയ്യുക? കർത്താവിന് മുറിവേറ്റു. നമുക്ക് മുറിവേക്കേണ്ടതായിരുന്നു, നമുക്ക് ശിക്ഷ പ്രാപിക്കേണ്ടതായിരുന്നു. നാം ചെയ്യുന്ന പാപപങ്കിലമായ ജീവിതത്തിന് നമുക്ക് ശിക്ഷ ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ നാം ജനിക്കുന്നതിന് മുമ്പേ, 2000 വർഷം മുമ്പേ ജനിച്ചവരാരും ഇരിപ്പില്ലല്ലോ. എന്തിനാ 100 വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ചവർ ഇരിപ്പില്ല അല്ലേ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പേ, 2026 വർഷങ്ങൾക്ക് മുമ്പേ നാം നമ്മുടെ ജനനം മുതൽ മരണം വരെ ചെയ്യേണ്ടിരുന്ന സകല പാപങ്ങൾക്കും ഭാവിയിൽ ചെയ്യുവാനിരിക്കുന്ന പാപങ്ങൾക്കും ഹല്ലേലൂയ പ്രായശ്ചിത്തമായി ആ ശിക്ഷ, പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷ അവൻ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. പ്രൈസ് ഗോഡ്. വിശ്വസിക്കാമോ? ചെറിയൊരു കാര്യമല്ല അല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മുടെ തലമുറകൾ, നമ്മുടെ പിതാക്കന്മാരുടെ പാപത്തെ, നമ്മുടെ തലമുറകളുടെ പാപത്തെ, പ്രസന്റിൽ ജീവിക്കുന്ന നമ്മുടെ പാപത്തെ അവൻ തന്റെ ശരീരത്തിൽ വഹിച്ചു എന്നാണ് യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് അവൻ തകർന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് കർത്താവ് മുറിവേറ്റത് എന്ന് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. അപ്പൊ നമുക്ക് സമാധാനം ലഭിക്കണം, ദൈവത്തോട് നമുക്ക് നിരപ്പുണ്ടാകണം, ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകണം. ദൈവം വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ്, അവൻ
അവൻ വിശുദ്ധനായ ദൈവമാണ്. അവനിൽ ഒട്ടും അശുദ്ധിയില്ലാതെ എഴുതിയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധനായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണമെങ്കിൽ, പാപിയായ ഒരു മനുഷ്യന് വിശുദ്ധനായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവവും പാപിയുടെ സ്വഭാവവും വ്യത്യസ്തമാണ്. അവനിൽ ഒരു പാപവുമില്ല. കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നാം വരും. കർത്താവിന് ഒരു പാപവുമില്ല, ദൈവത്തിൽ പാപമില്ല. ദൈവം വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിപ്പീരെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ അവനിൽ പാപമില്ല. അപ്പോൾ വിശുദ്ധനായിരിക്കുന്ന ദൈവവും അശുദ്ധനായ മനുഷ്യനും തമ്മിൽ നിരപ്പ് പ്രാപിക്കുവാൻ കഴിയത്തില്ല. നാം പാപം ചെയ്യുന്നെങ്കിൽ അതിന് തക്കവണ്ണം ഒരു ശിക്ഷയുണ്ട്. നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്ന ഒരു ദിവസം ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാപത്തിന് തൊട്ടോണം ഒരു ശിക്ഷ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. ആ ശിക്ഷ യേശു കർത്താവ് ഏറ്റെടുത്തപ്പോൾ നമുക്ക് സമാധാനം ലഭിച്ചു. നമുക്ക് ദൈവത്തോട് നിരപ്പുണ്ടായി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ദൈവമാക്കി തന്റെ ഓമന കുമാരനെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി വിട്ടുകൊടുത്തു. അവൻ മുറിവേൽക്കുവാൻ, അവൻ തകർക്കപ്പെടുവാൻ, അവന്റെ ശരീരം ഉടയ്ക്കപ്പെടുവാൻ പാപപരിഹാരയാഗമായി പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ നമ്മുടെ സമാധാനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ അടിപ്പിണരുകളാണ് നമുക്കെന്തുണ്ട്? സൗഖ്യം. സൗഖ്യം ശാരീരിക സൗഖ്യം മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള സൗഖ്യം എന്നുള്ള അർത്ഥങ്ങൾ അവിടെ വരുന്നുണ്ട്. നമുക്ക് അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി കളഞ്ഞു. നാം ദൈവത്തിന് നീതിയായിരിക്കേണ്ടതിന് പാപമറിയാത്ത കർത്താവിനെ അവൻ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമെന്ന് ഗദശമന തോട്ടത്തിൽ കർത്താവ് സമ്മർദ്ദങ്ങളാൽ മുറുകി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കുരിശിൽ കർത്താവ് പറയുന്നു, എന്റെ ആത്മാവിനെ നിന്റെ പക്കൽ തരുന്നു. നമുക്ക് വേണ്ടി പാപമറിയാത്തവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 21, 22 വാക്യങ്ങളുടെ നമുക്ക് ധ്യാനിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. നമുക്കറിയാം, ചിന്തിച്ചിട്ടുള്ളതാണ്. ആദം മൂലമാണ് പാപം ലോകത്തിലേക്ക് കടന്നു വന്നത്, മരണം ലോകത്തിലേക്ക് കടന്നു വന്നത് ആദം മൂലമാണെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം നിത്യജീവൻ ലഭിക്കുകയാണ്. പുനരുത്ഥാനം, മരിച്ചവർ തങ്ങളുടെ മരിച്ച ശരീരങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് യേശു തന്റെ ശരീരത്തെ തകർക്കുവാൻ ഏൽപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ആദം മൂലമാണ് പാപം വന്നെങ്കിൽ നിത്യജീവൻ ലഭിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം മനുഷ്യപുത്രനായി വെളിപ്പെട്ട യേശു ക്രിസ്തു മുഖാന്തരം വന്നു. വീണ്ടും എഴുതിയിരിക്കുന്നു, ആദാമിനെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിനെല്ലാവരും ജീവിക്കപ്പെടും. ആദാം പാപം ചെയ്ത നിമിത്തം തുടർന്ന് വന്ന തലമുറകളെല്ലാം ജനനപാപത്തിൽ, ആദാമ്യ പാപത്തിൽ വീടുപോയെങ്കിൽ പാപത്തെ ഏറ്റുമറന്നുപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനായും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ക്രിസ്തുവിൽ ജീവിക്കപ്പെടുവാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് ആരും ദൈവത്തെ സ്തുതിച്ചാൽ ഒരു ഭാഗം ഓടിച്ചത് വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ വചനം കേൾക്കുന്ന നിമിത്തവും ശുദ്ധീകരിക്കപ്പെടാം. ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന പദമാണിത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്, ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിമജകളെയും വെറും പിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ വിചിന്തനങ്ങളെ വിവേചിക്കുന്നതുമായ ദൈവത്തിന്റെ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. അവൻ തന്നെ വചനമാണ്, അവൻ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വചന ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. നിങ്ങളുടെ
നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ നന്മ പ്രവർത്തികൾ കൊണ്ടല്ല. നിങ്ങളുടെ നന്മ പ്രവർത്തികളെല്ലാം കറ പുരണ്ട മുടികൾ പോലെയാണ്. എത്ര നന്മ പ്രവർത്തികൾ ചെയ്താലും, എത്ര ചാരിറ്റി ചെയ്താലും നമ്മുടെ നന്മ പ്രവർത്തികളെല്ലാം കറ പുരണ്ട മുടികൾ പോലെ ദൈവസന്നിധിയിൽ. എന്നാൽ അവന്റെ വചനം നമ്മെ ശുദ്ധിയുള്ളതാക്കി മാറ്റുന്നു. ശുദ്ധിയുള്ളതാക്കുന്നത് എന്തൊക്കെയാണ്? ദൈവവചനം നമ്മെ ശുദ്ധിയുള്ളതാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ആ കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ ഇപ്പോൾ എന്റെ വായിൽ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. ഇതാ കർത്താവ് അവരോട് ഒരു ആഹ്വാനം നൽകുകയാണ്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇവിടെയാണ് വിഷയം. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചോളം തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ കർത്താവിൽ വസിക്കുന്നു. മറ്റുള്ള ദിവസങ്ങളിൽ കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവിന് നമ്മിൽ വസിക്കുവാൻ കഴിയാതെ ആയിത്തീരും. അതുകൊണ്ട് തന്നെയാണ് എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാനുള്ള ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. കർത്താവിനെ ഉപേക്ഷിച്ച് കർത്താവില്ലാതെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. മുമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ കർത്താവിൽ വസിക്കണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുത്തൻ എന്തിനും ഫലം കായ്ക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ പ്രയോജനപ്പെടണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ നമുക്കൊരു ഭൗതിക ജീവിതം നയിക്കാൻ പറ്റും. ഭൗതിക ജീവിതം നയിക്കാൻ കർത്താവിന്റെ സാന്നിധ്യമൊന്നും ആവശ്യമില്ല. ഭൗതിക ജീവിതം നയിക്കണമെങ്കിൽ നല്ലൊരു ജോലി മതി, നല്ല ശമ്പളമുള്ള ജോലി, നല്ലൊരു വാഹനം, നല്ല കുടുംബം, നല്ല കുഞ്ഞുങ്ങൾ, നല്ല പണം, ആവശ്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭൗതിക ജീവിതം അനുഗ്രഹമായി പോകും. ഭൗതിക ജീവിതത്തിന് കർത്താവ് വേണം. അനിൽ അംബാനിക്ക് കർത്താവിനെ വേണം, ആവശ്യമില്ല അല്ലേ? എന്നാൽ ആത്മീകമായി വളരണമെങ്കിൽ, ആത്മീകമായി മുന്നേറണമെങ്കിൽ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ നിനക്ക് ആരെ ആവശ്യമുണ്ട്? ക്രിസ്തുവിനെ ആവശ്യമുണ്ട്. നീ ഫലം കായ്ക്കണമെങ്കിൽ, കൃപാവരങ്ങളിൽ ജ്വലിക്കണമെങ്കിൽ, ഒരു നോർമൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും കർത്താവ് വേണമെന്നില്ല അല്ലേ? ആഴ്ചയിൽ എനിക്ക് വന്ന് ആരാധനയ്ക്ക് വന്ന് 2 മണിക്കൂർ ഇരുന്ന് പോകുന്നതിന് കർത്താവ് വേണമെന്നുണ്ടോ? ഇല്ല. ഒരു ചേറി വന്നിരുന്ന് പാട്ടും ആരാധനയൊക്കെ നമ്മൾ സംബന്ധിച്ചിട്ട് പോകാൻ പറ്റും അല്ലേ? കർത്താവുമായിട്ട് ബന്ധമില്ലാതെ ചർച്ചിൽ വരുന്നവരുണ്ട്. കർത്താവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ സഭയിൽ വരുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ആയിരിക്കാനല്ല. ഫലം കായ്ക്കണമെങ്കിൽ, വിശുദ്ധ ജീവിതം ഉണ്ടാകണമെങ്കിൽ, ആത്മാവിൽ നിറയണമെങ്കിൽ, കൃപാവരങ്ങളിൽ ധരിക്കപ്പെടണമെങ്കിൽ, അന്യഭാഷയിൽ നിറയണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ബന്ധപ്പെടണമെങ്കിൽ എന്താവശ്യമാണ്? ക്രിസ്തുവിൽ വസിക്കണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഇനി അടുത്തുണ്ട്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളയും. അപ്പൊ കുറെ നാളിൽ നീ കർത്താവുമായിട്ട് വന്നോന്നില്ല, ജീവിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സത്യമല്ല, ഒരു കൊമ്പ് പോലെ നമ്മെ പുറത്ത് കളയും അല്ലേ? പുറത്ത് കളയുന്ന ഒരു ദിവസമുണ്ട്. അവൻ എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും, പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ടാണ് കർത്താവ് ഒരു അത്തിയെ നോക്കിയിട്ട് ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതിന്റെ അടുത്ത് ചെന്നല്ലേ, അതിൽ ഫലമില്ലാഞ്ഞപ്പോ കർത്താവ് ചെയ്തല്ലേ ശമിച്ചു. അത് വേരോടെ ഉണങ്ങിപ്പോയി. വാക്കുകളുടെ ശക്തി തന്റെ ശിഷ്യന്മാരെ കാണിക്കാൻ വേണ്ടി കർത്താവ് അത് ചെയ്തത്. കാരണം അത്തിയുടെ കാലമല്ലായിരുന്നത്, തന്റെ വാക്കുകളുടെ ശക്തിയെ കാണിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തത്. എങ്കിലും ഫലമില്ലാതിരുന്നാൽ എന്ത് ചെയ്തു? അതിനെ ശാസിച്ചു. അത് വേരോട് ഉണങ്ങിപ്പോയി. നാമും ഫലമില്ലെങ്കിൽ ഉണങ്ങിപ്പോകും. നാമും കർത്താവിൽ വസിക്കുന്നില്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ഇനി അടുത്ത പദങ്ങൾ ശ്രദ്ധിച്ചേ. അവ വക ചേർത്ത് തീയിലിടും. അതിന് തീയിലിടുന്ന ഒരു സമയമുണ്ട്. നമ്മളെ കുറെ നാളിങ്ങനെ കർത്താവ് ഇങ്ങനെ കൊണ്ട് നടക്കും. എന്നിട്ട് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ തീയിലിടുന്ന ഒരു സമയമുണ്ട്. ഒരു ന്യായവിധി നമുക്ക് വരുന്നുണ്ട്. ഇനിയും അത് വെന്തുപോകും. നിത്യ നരകത്തിലേക്ക് നാം പോകും. കർത്താവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് വെന്തുപോകാനിടയായിത്തരും. അടുത്ത വാക്ക് കണ്ടോ? ഇച്ഛിക്കുന്നത് കണ്ടോ? നമുക്കെല്ലാം അകത്തെന്താ ഉണ്ട്? ഓരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ഇരുവാന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം അല്ലേ? അപ്പൊ ഇച്ഛിക്കുന്നവരുണ്ട്. നമ്മൾ ഇച്ഛിക്കാറുണ്ട്. ഇച്ഛിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കും. ഇച്ഛിക്കുന്നത് എന്ത് വേണമെങ്കിലും അപേക്ഷിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് ഉറപ്പ് തരും. പക്ഷെങ്കിൽ അതിന് മുമ്പൊരു കാര്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കണം, എന്റെ വചനം നിങ്ങളിൽ വസിക്കണം. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ ഈ രാത്രി? ആരെങ്കിലും നിർത്തുവാൻ ആഗ്രഹിക്കുന്നു? ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയം ഈ രാത്രി ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നടക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവിൽ വസിക്ക്, കർത്താവിന്റെ വചനം നിന്നിൽ വസിക്ക്, അത് നടക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ.
നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവിഷയങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ, ഇച്ഛിക്കുന്നത് പലതും നടക്കുന്നില്ലെങ്കിൽ, അപേക്ഷിക്കുന്നത് പലതും കിട്ടുന്നില്ലെങ്കിൽ, ഇവിടെ വചനം പറയും നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരും. എന്റെ നാമത്തിൽ നിങ്ങളൊന്നും അപേക്ഷിച്ചിട്ടില്ല എന്ന കർത്താവ് പറയുന്നത്. എന്റെ നാമത്തിൽ നിങ്ങളൊന്നും അപേക്ഷിച്ചിട്ടില്ല, എന്നാൽ എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിപ്പിൻ, ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. ഇവിടെ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്ക്, ഞാൻ നിങ്ങളിൽ വസിക്കാം. ആരോഗ്യ കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിക്കുന്നത് പോലെ എന്നിൽ വസിക്ക്, എന്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കട്ടെ. ആരോഗ്യ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ, നിങ്ങൾ ഇച്ഛിക്കുന്നതിനെ, നിങ്ങൾ അപേക്ഷിക്കുന്നതിനെ നിങ്ങൾക്ക് ഞാൻ നൽകും. ഇന്ന് രാത്രി വിവരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ വേഗത്തിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവന്നാട്ടെ. കർത്താവേ, നാളുകളായി ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്കൊരു മറുപടി ലഭിക്കുന്നില്ല. ഹല്ലേലൂയ, എന്റെ ആഗ്രഹമാണത്, എന്റെ ഇച്ഛയാണത്. അത് ഭൗതികമായിക്കൊള്ളട്ടെ, ആത്മിക വിഷയമായിക്കൊള്ളട്ടെ, ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിച്ചാട്ടെ. കർത്താവേ, ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. എന്നാൽ ഇന്ന് ഈ രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങിൽ വസിക്കുവാൻ തയ്യാറാണ്. അങ്ങയുടെ വചനം എന്നിൽ വസിക്കുവാൻ, ഹല്ലേലൂയ, മുന്തിരിവള്ളി വസിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അത് ആഴ്ചയിൽ ഒരു ദിവസമല്ല, എന്നേക്കും വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന, നീതിമാന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു വരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കേട്ട വചനത്തിന് മുമ്പ് നമ്മെ തന്നെ സമർപ്പിച്ചാൽ Praise God, praise God, hallelujah. നിരവധി കാര്യങ്ങൾ ഈ രാത്രി നാം കേട്ടല്ലോ. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക, പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നാം നിറയുക, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിൽ തുടരുക. അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുവാനിടയാകും. നമുക്ക് ശരീരത്തിന് ഒരു വീണ്ടെടുപ്പുണ്ട്. നിരവധി കാര്യങ്ങൾ നാം കേട്ടല്ലോ. ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ഭഗവാനെ ആരാധിക്കണമെന്നുണ്ട്. പക്ഷെ സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഹല്ലേലൂയ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവിൽ വസിച്ചു മുന്നേറുവാൻ. പ്രിയരെ, ഹല്ലേലൂയ, ഈ ലോകത്ത് എന്ത് നേടിയാലും നാം പ്രാർത്ഥിച്ചു, നമ്മുടെ വിഷയങ്ങൾക്ക് ഭൗതിക മറുപടികൾ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ജോലി ലഭിക്കുന്നു, വിസ ലഭിക്കുന്നു, നന്മകൾ ലഭിക്കുന്നു, സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് ക്രമീകരിക്കുന്നു, സൂക്ഷിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഈ ലോകത്തിന് വേണ്ടി അധ്വാനിച്ച് നാം മുന്നേറുകയാണ്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്വർഗീയ പ്രവേശനത്തിന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നാം വഴിയിൽ വെച്ച് പട്ടുപോയാൽ, ഹല്ലേലൂയ, നാം ഈ പ്രാർത്ഥിച്ചത് കൊണ്ടോ നാം നേടിയത് കൊണ്ടോ ഒരാത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ഹല്ലേലൂയ പ്രയോജനമാണ്? ഹല്ലേലൂയ, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കാഹളനാദത്തിങ്കൽ അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിങ്കൽ ഹല്ലേലൂയ രൂപാന്തരപ്പെട്ട് അവനോടൊപ്പം വസിക്കുക. ഒരുപക്ഷെ പണമില്ലെങ്കിലും, ആരോഗ്യമില്ലെങ്കിലും, ശക്തിയില്ലെങ്കിലും, പദവിയില്ലെങ്കിലും, ഹല്ലേലൂയ, കർത്താവിനോട് വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വിലയേറിയ കാര്യം. ഹല്ലേലൂയ, ആത്മാവിനെ നഷ്ടമാക്കരുത്, ആത്മാവിനെ നഷ്ടമാക്കരുത്, ആത്മാവിനെ നഷ്ടമാക്കരുത്. നമ്മുടെ ആത്മാവ് സ്വർഗത്തിലൊരു നിക്ഷേപമുള്ള ആത്മാവായി തീരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പിൻ. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവരെ